നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ തെരഞ്ഞെടുപ്പ് കാലവും ബംഗാളിലെ സാധാരണ ജനതയെ സംബന്ധിച്ചിടത്തോളം ഭീതിപ്പെടുത്തുന്ന ദിനങ്ങൾ കൂടിയാണ്. അവർ ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഓരോ ദിവസവും അവരിനി എത്രത്തോളം കൊലപാതകങ്ങളായിരിക്കാം ഇന്ന് നടക്കുക, എത്രത്തോളം പീഡനങ്ങളായിരിക്കാം ഇന്ന് നടക്കുക എന്ന് എണ്ണി കാത്തിരിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ദിവസങ്ങൾ. ബംഗാളിൻ്റെ ചരിത്രം, അതായത് ഏകദേശം 30 അല്ലെങ്കിൽ 40 വർഷക്കാലത്തെ ബംഗാളിൻ്റെ ചരിത്രം അത്തരത്തിലാണ്. പശ്ചിമ ബംഗാൾ CPM ഭരിക്കുമ്പോഴും അതിനുശേഷം തൃണമൂൽ ഭരിക്കുമ്പോഴും ബംഗാളിൻ്റെ ഒരു ചരിത്രം ഈ രീതിയിലാണ് ഉള്ളത്. 1934ഓളം ഇൻസിഡൻറ്റുകളാണ് 2021 തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമുണ്ടായത്. ഇതിൽ തന്നെ ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്. റെക്കോർഡ് ചെയ്യപ്പെടാത്ത എത്രയോ അധികം സംഭവങ്ങളാണ് ബംഗാളിൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും, അതിൻ്റെ കണക്കെടുക്കുവാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറത്തെ ചില സംഭവങ്ങളാണ് ആ സമയം ബംഗാളിൽ നടന്നത്. ഒറ്റ രാത്രി മാത്രം 29 കൊലപാതകങ്ങളാണ്. 1934 സംഭവങ്ങളിൽ 29 കൊലപാതകങ്ങൾ, 12 ലൈംഗിക അതിക്രമങ്ങൾ, 934ഓളം തീവയ്പ്പുകൾ, 562 ഭീഷണിപ്പെടുത്തുകൾ, 9500ഓളം പ്രതികൾ ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ ശിക്ഷിക്കപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. ഏകദേശം 1354ഓളം പ്രതികൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇനി 60% FIRകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ, ഓരോ ദിവസവും പേടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ബംഗാളിൽ അരങ്ങേറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അതിനൊരു മാറ്റമുണ്ടായിട്ടുണ്ട്. കേന്ദ്രസേനയെ 2 ലക്ഷത്തിലധികം കേന്ദ്രസേന അംഗങ്ങളെയാണ് അവിടെ വിന്യസിച്ചിട്ടുള്ളത്. CRPFകാർ ബംഗാളിൽ ഉടനീളമുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൻ്റെ ദിവസം മാത്രം 1 ലക്ഷത്തിലേറെ CRPF ജവാന്മാരെയാണ് അവിടെ വിന്യസിക്കാൻ പോകുന്നത്. 70,000ഓളം ഇപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ബംഗാൾ ഇനി കേന്ദ്രസേനയുടെ സുരക്ഷയും കീഴിലായിരിക്കും. ബംഗാളിൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളിലൊന്നും വലിയ രീതിയിൽ ഈ ആൾക്കാരുടെ ഈ ഗുണ്ടായുസത്തിനനുസരിച്ച്, മമതയുടെ മാഫിയയുടെ ഗുണ്ടായുസത്തിനനുസരിച്ച് അത്ര വലിയ അക്രമ സംഭവങ്ങളെ ഒന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അത് കേന്ദ്രസേനയുടെ വളരെ സംയോജിതമായ ഇടപെടലുകൾ ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ലാതെ മമതയുടെ പോലീസിൻ്റെ ഗുണം കൊണ്ടല്ല. ഇത്തവണ CRPF അരയും തലയും മുറുക്കിയാണ് ബംഗാളിൽ ഇറങ്ങിയിട്ടുള്ളത്. മമതയുടെ ഗുണ്ടകളുടെ വലിയ അക്രമം ഉണ്ടായപ്പോൾ മാത്രമാണ് അവർ ചില ആൾക്കാരെ തിരിച്ചടിക്കുകയുണ്ടായി. വളരെ അപൂർവം സംഭവങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുണ്ടായത്. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. മമതയുടെ ഗുണ്ടകളുടെ നിറം മാറും, ചിത്രം മാറും. അതിനുവേണ്ടി തയ്യാറെടുത്ത് തന്നെയാണ് മമത അവരെ സജ്ജമാക്കി വെച്ചിട്ടുള്ളത്. മമത ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഈ നുഴഞ്ഞു കയറി വന്ന മുസ്ലിങ്ങളെയാണ്. ഈ നുഴഞ്ഞു കയറി വന്ന മുസ്ലിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളെ നേരിടുക, പീഡിപ്പിക്കുക. ഷെയ്ഖ് ഷാജഹാൻ്റെ സംഭവമൊക്കെ ഇതിനോടകം തന്നെ തത്വമൈ ന്യൂസ് പല ന്യൂസുകളിൽ കൂടെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഷാജഹാൻ്റെ നേതൃത്വത്തിൽ ഈ സന്ദേശ് കലിയിൽ അവിടുത്തെ സ്ത്രീകൾക്ക് നേരെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. നിരവധിയായിട്ടുള്ള ഈ മമതയുടെ ഗുണ്ടകൾ അവിടുത്തെ സ്ത്രീകളെ പീഡിപ്പിക്കുകയും അവർക്ക് ഗത്യന്തരമില്ലാതെ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു. എന്നിട്ട് പോലും ഷെയ്ഖ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യുവാൻ തയ്യാറായില്ല. പിന്നെയും വലിയ പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വരും, മമതയ്ക്ക് അവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യത്തിൽ മാത്രമാണ് ഷെയ്ഖ് ഷാജഹാനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇയാൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് TMCയുടെ ഗുണ്ടകൾ നൽകിയത്. ഇയാൾക്കെതിരെ സാക്ഷി പറയുന്ന ആൾക്കാരെ ഉന്മൂലനം ചെയ്യുവാൻ പ്രത്യേകമായിട്ടുള്ള ചില കമ്മിറ്റികൾ പോലും തൃണമൂൽ കോൺഗ്രസിൻ്റെ ആൾക്കാർ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അത്രയേറെ വലിയ സന്നാഹങ്ങളോടുകൂടിയാണ് മമതയെ സംരക്ഷിക്കുന്ന ഓരോ തൃണമൂൽ ഗുണ്ടയ്ക്കും ഇവർ നൽകുന്നത്. ഓരോ ഈ തൃണമൂൽ ഗുണ്ട നേതാക്കന്മാർക്കും ഇവർ നൽകുന്നത്. ഇവർ പല ആൾക്കാരും എന്നല്ല, മിക്ക ആൾക്കാരും 90% ആൾക്കാരും ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള ആൾക്കാരാണ്. അവരാണ് ഈ ബംഗാളിലെ ഹിന്ദുക്കൾക്ക് നേരെ അതിക്രമങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നത്. ബംഗാൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 15 വർഷക്കാലം അല്ലെങ്കിൽ അതിന് പിന്നിലേക്ക് CPMൻ്റെ കാലത്തും ഇതൊക്കെ തന്നെയാണ് ബംഗാൾ കണ്ടത്. നേരത്തെ CPMൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാഫിയകൾ തന്നെയാണ് ഇപ്പോൾ
മമതയോടൊപ്പം വേഷം മാറി മമതയോടൊപ്പം നിന്നത്. അപ്പോൾ യഥാർത്ഥ സി പി എമ്മിൻ്റെ പ്രവർത്തകർ എവിടെയാണ്? യഥാർത്ഥ സി പി എമ്മിൻ്റെ പ്രവർത്തകർ നേരെ ബി ജെ പിയിലേക്ക് ചേക്കേറി. ആ ബി ജെ പിയിലേക്ക് ചേക്കേറിയില്ലെങ്കിൽ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കുവാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. പലരും തല ചൊറിഞ്ഞുകൊണ്ടൊക്കെയാണ് വേറെ നിവർത്തിയില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഈ ആദ്യ സമയങ്ങളിൽ, അതായത് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്ന ആദ്യ സമയങ്ങളിൽ ഇവരുടെയൊക്കെ ബൈറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ അതുകൊണ്ട് തന്നെ ബംഗാൾ ഒരു ദേശീയവാദത്തിൻ്റെ രീതിയിലേക്ക് കളം മാറിയിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെയും രാമകൃഷ്ണദേവൻ്റെയും അരവിന്ദ ഘോഷിൻ്റെയും ഒക്കെ പാതയിലേക്ക് ബംഗാൾ കളം മാറ്റി ചവിട്ടിയിട്ടുണ്ട്. ബംഗാളിന് അത്തരത്തിലുള്ള ബംഗാളിൻ്റെ പാരമ്പര്യത്തെ ബംഗാൾ തിരിച്ചറിഞ്ഞു എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ദേശീയവാദം ഇപ്പോൾ ബംഗാളിലുണ്ട്. യോഗി ആദിത്യനാഥൊക്കെ അവിടെ വന്നപ്പോൾ ഇവിടെയും വേണം യോഗിയെപ്പോലുള്ള ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലാണ് അന്ന് വലിയ വാക്ധോരണികളോടുകൂടിയാണ് യോഗിയെ സ്വീകരിച്ചത്. അങ്ങനെ മമതയ്ക്ക് ഇനി ഒരു വെല്ലുവിളിയും അവിടെ നടത്തുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മമത ആകെ പെട്ടിരിക്കുകയാണ്. എക്സിറ്റ് പോളുകൾ കൂടി വന്നതോടുകൂടി സമനില തെറ്റിയിരിക്കുകയാണ്. ഇവിടുത്തെ ചില മമതയുടെ ആരാധകരുണ്ട്. അവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചാൽ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ വിജയമായിട്ടേ കണക്കാക്കുവാൻ പറ്റുള്ളൂ. അവർ എങ്ങനെ വേണോ അതിനെ കണക്കാക്കിക്കോട്ടെ. കാരണം അവർക്ക് ബി ജെ പി വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് വോട്ടിംഗ് മെഷീൻ്റെ കുഴപ്പം, അല്ലെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കുഴപ്പം. രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. എന്തായാലും ബംഗാളിൽ മമതയ്ക്ക് നേരെ അതിശക്തമായ രീതിയിലുള്ള പോളിംഗാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ 91.38%, രണ്ടാം ഘട്ടത്തിൽ അത് 92.06%. ഇത്ര വലിയ ഒരു പോളിംഗ് ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ബംഗാളായിരിക്കും. അത്രയേറെ ചില കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ചില മണ്ഡലങ്ങളിൽ 99-ന് മുകളിലായിരുന്നു അവിടെ പോൾ ചെയ്ത വോട്ടിൻ്റെ കണക്ക്. ഇത്തവണ മമതയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് കൽപ്പിച്ചുറപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ജനത ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൽ ഏറിയ പങ്കും സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ്. മമതയുടെ ഈ പെരുമാറ്റം കാരണം, മമതയുടെ ഈ ഗുണ്ടായുസം കാരണം ഏറ്റവും അധികം പൊറുതിമുട്ടിയതും സ്ത്രീകൾ തന്നെയായിരുന്നു. അവിടുത്തെ ഹിന്ദുക്കളെ നാമാവിശേഷമാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു മമതയുടെ പ്രവർത്തനങ്ങൾ. രാമനവമി ആഘോഷിക്കാൻ നിവർത്തിയില്ല, ദുർഗാപൂജ നടത്തുവാൻ നിവർത്തിയില്ല. അത്തരത്തിലായിരുന്നു ബംഗാളിനെ മമത ട്രീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നത്. ഇപ്പോഴെന്തായിരുന്നു? ആദ്യത്തെ ഘട്ടത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മമത പറഞ്ഞെന്താണ്? ഇൻഷാ അല്ലാഹ് നിങ്ങൾ തൃണമൂൽ കോൺഗ്രസ്സിന് വോട്ട് നൽകിയില്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. അങ്ങനെ പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് അവിടുത്തെ ഹൈന്ദവ ജനത വിശ്വസിച്ച് വോട്ട് ചെയ്യുക? മമതയെ ഇത്തവണ ഈ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്താക്കണം. ഇനി പുറത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ മമത പുറത്തൊന്നും കാണില്ല. കാരണം എണ്ണമറ്റ അഴിമതി കേസുകളാണ് മമതയ്ക്ക് നേരെയുള്ളത്. ഐപാക്ക് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള അഴിമതി കേസുകൾ ഓരോന്നായിട്ട് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അത്തരത്തിൽ മമത ആകെ അങ്കലാപ്പിലാണ്. ഇപ്പോൾ സമനില തെറ്റിയ നിലയിലാണ് മമത എന്നതാണ് ഇപ്പോൾ നമുക്ക് ബംഗാളിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. ആ രീതിയിൽ തന്നെയാണ് ബംഗാളിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നത്. ഭരണത്തിൽ സുവേന്ദു അധികാരി എത്തുന്നതോടുകൂടി തീർച്ചയായും ബംഗാളിൻ്റെ ഒരു സുവർണകാലം അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ഒരുപക്ഷെ കേരളത്തെയായിരിക്കും. കേരളത്തിൽ ബാധിക്കാൻ പോകുന്നത് മലയാളികൾ പണിയെടുക്കാത്ത ഈ മേഖലകളിൽ എല്ലാം ബംഗാളികളാണ്. അതായത് ഒരു ഹോട്ടൽ നടക്കണമെങ്കിൽ ബംഗാളികൾ വേണം. നമ്മുടെ നാട്ടിൽ ഒരു മെയ്സൺ വർക്ക്, ഒരു ആശാരി പണി, അല്ലെങ്കിൽ ഒരു കൊത്തപ്പണി ഒക്കെ നടക്കണമെങ്കിൽ, കൊത്ത ജോലിയൊക്കെ നടക്കണമെങ്കിൽ, കെട്ടിടപ്പണികളൊക്കെ നടക്കണമെങ്കിൽ ബംഗാളികൾ വേണ്ട സ്ഥിതിയിലാണ്. അപ്പോൾ ഇനി മലയാളികൾ പതിയെ വീണ്ടും പഴയ കാലത്ത് പോലെ ഈ തൊഴിലെടുക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും വിഷമിക്കാനൊന്നുമില്ല. കുറച്ചധികം മലയാളികൾ ഗൾഫിൽ നിന്ന് ഉടൻ തന്നെ തിരിച്ചെത്തും. ഈ ഇറാൻ യുദ്ധം കഴിഞ്ഞോളൂ അവർക്ക് പണിയില്ലാതെ വിഷമിച്ചു പോകും എന്നൊരു ഘട്ടം എത്തിയിരുന്നു. എന്തായാലും തിരിച്ചെത്തുന്ന മലയാളികൾക്ക് കുറച്ച് പണിയെങ്കിലും ചില മേഖലകളിലെങ്കിലും ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. കാരണം ബംഗാളികളെല്ലാം ഇനി തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയെത്തും. കാരണം ഈ ഗുജറാത്തിൻ്റെ ഒക്കെ ഒരു സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്തികളൊന്നും പുറത്തങ്ങനെ പോയി പണിയെടുക്കില്ല. ഇനി അവിടെ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബംഗാളിനും ഇതേ സ്ഥിതി വിശേഷം തന്നെയായിരിക്കും ഉണ്ടാകുക. ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം മുഴങ്ങിയ അതേ ബംഗാൾ ഇനി വീണ്ടും ആ സ്മരണികയിൽ, ആ സംസ്കൃതിയിൽ ജീവിക്കുവാൻ പോകുകയാണ്. ഇത്തരത്തിലാണ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്തായാലും ബംഗാളിൽ വരും നാളുകൾ ദീദിയുടെ ഒരു
നാമാവിശേഷമാകുന്ന ഒരു കാഴ്ചയായിരിക്കും ബംഗാൾ കാണാൻ പോകുന്നത്. 95 ലക്ഷത്തിലേറെ ആൾക്കാരാണ് ഈ ജ്യോതി ബസുവിൻ്റെ കാലത്ത് കൊല്ലപ്പെട്ടത്. അതിനുശേഷം എത്രയോ രക്തം ബംഗാൾ ഉൾക്കടലിലേക്ക് ഒലിച്ചുപോയി. അതിനുശേഷം തൃണമൂൽ സർക്കാർ അധികാരത്തിൽ വന്നു. അവരും ഈ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. എന്തായാലും SIR ഓടുകൂടി അവിടുത്തെ ഏകദേശം 1 കോടിയിലടുത്ത് ഈ കുടിയേറ്റക്കാരാണ് തിരിച്ച് പശ്ചിമ ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് തിരിച്ചുപോയത്. അവരിൽ പലരെയും ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കൊക്കെയായിരുന്നു മമത നിയോഗിച്ചിരുന്നത്. അട്ടിമറി പ്രവർത്തനങ്ങൾക്കായിരുന്നു മമത നിയോഗിച്ചിരുന്നത്. എന്തായാലും ഇവരിപ്പോൾ മമതയോടൊപ്പം ഇല്ല എന്നുള്ളതാണ്. മമതയോടൊപ്പം ഇനിയുള്ളത് വളരെ കുറച്ച് ആൾക്കാർ, അതായത് ഇപ്പോൾ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് ഭാരതത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. ഒരു ക്ലീൻ ആയിട്ടുള്ള വോട്ടർ പട്ടികയോടുകൂടിയാണ് ഇത്തവണ ബംഗാൾ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. അതോടൊപ്പം തന്നെ ആ പോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ബംഗാളിൽ ഒരുക്കിയിട്ടുമുണ്ടായിരുന്നു. അത്തരത്തിലാണ് ബംഗാൾ ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒറ്റ ഏകദേശം പീപ്പിൾസ് പൾസ് ഒഴിച്ച് മറ്റെല്ലാ എക്സിറ്റ് പോളുകളും മമതയ്ക്ക് എതിരായിട്ടാണ്. അതായത് പി മാർക്ക് പറഞ്ഞിരിക്കുന്നത് 150 മുതൽ 175 സീറ്റ് വരെ BJPക്ക് കിട്ടുമെന്നാണ്. ഇനി പോൾ ഡയറി ആയിക്കോട്ടെ 142 മുതൽ 171 സീറ്റ് വരെ. ചാണക്യ സ്ട്രാറ്റജീസ് 150 മുതൽ 160 വരെ. ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ ഏജൻസിയാണ് ചാണക്യ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ചാണക്യ സ്ട്രാറ്റജി ഈ രീതിയിലാണ് ബംഗാളിൻ്റെ ഫലപ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. എന്തായാലും ബംഗാളിൽ ഇക്കുറി BJP ആയിരിക്കുമെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. മമതയാകെ അങ്കലാപ്പിലാണ്. മാഫിയകളെ കൊണ്ട്, ഗുണ്ടാ മാഫിയകളെ കൊണ്ട് സാധാരണ ജനങ്ങളെ നേരിടാനും ഇനി സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മമത പോയി കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.